ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു വിദേശ രാജ്യത്ത് ഞാൻ നിൽക്കുന്ന പോലെ ഒരു ഫീൽ അല്ലേ. സത്യം പറഞ്ഞാൽ ഈ കാഴ്ചയൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഓർക്കുക, നമ്മുടെ കേരളത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കേരളം മരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നൊക്കെയാണ് പണ്ട് പറയാറുള്ളത്. കേരളത്തിൻ്റെ മരങ്ങളെയൊക്കെ പിന്നെ വെട്ടി നശിപ്പിച്ച് കളഞ്ഞു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതുപോലെ കിടക്കേണ്ട സ്ഥലമാണ് ആക്ച്വലി കേരളം. എന്തേ ഞെട്ടിയോ? ഇത് കേരളം തന്നെ ആയി കാണുന്നത്. ഞാൻ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. കാരണം കേരളത്തിൻ്റെ മരങ്ങളെയൊക്കെ നശിപ്പിച്ചു എന്നാണ് ഒരു തലമുറ നശിപ്പിച്ചു കഴിഞ്ഞു, വരും തലമുറയ്ക്ക് ഒന്നും ഇല്ലയെന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയും തോന്നില്ല. ഇത്രയെങ്കിലും നമ്മുടെ തലമുറ, അപ്പോൾ ഞാനൊക്കെ പ്രതിനിധീകരിക്കുന്ന ഈ തലമുറ ഇത്രയെങ്കിലും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നല്ലോ എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നാളെ നമ്മുടെ പിള്ളേർക്കും വരുന്ന തലമുറയ്ക്കും നമ്മൾ കൊടുക്കുന്ന സമ്മാനമായിരിക്കും ഈ കാണുന്നത്. ഞാൻ സ്ഥലം ഇപ്പോൾ പറയാം, ആദ്യം ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് പത്തനംതിട്ട നഗരം. പത്തനംതിട്ടയാണ് നമ്മൾ ഈ കാണുന്നത്. ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട എന്ന് പറയുന്ന നഗരത്തെ നമുക്ക് മുഴുവനായി ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ, അതായത് സഹ്യപർവ്വത സാനുക്കളാണ് ആ ചുറ്റും കാണുന്നത്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന പാറ ഏതാണെന്നറിയണ്ടേ? ഇത് പത്തനംതിട്ടയുടെ ഹാർട്ടിൽ, അതായത് ഏറ്റവും ഒത്ത നടുവിൽ കാണുന്ന ചുട്ടിപ്പാറ എന്ന് പറയും. ഈ പാറയുടെ ഉയരം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 300 അടിയോളം ഉയരത്തിലാണ് നിൽക്കുന്നത്. മനോഹരമായ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ നഗരവും നാടും മുഴുവൻ കാണാം. ഒരുപക്ഷെ അങ്ങോട്ടൊക്കെ കാണുന്നത് കൊല്ലം ജില്ല പോലും ആയിരിക്കും. ഇത് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം പറയണത്. ഇവിടുത്തെ ഈ പ്രകൃതി പോലെ തന്നെ മനോഹരമാണ് ഇവിടുത്തെ ഭക്ഷണവും. ഇപ്പം മനസ്സിലായോ എന്തിനാണ് ഞാൻ ഇത്രയും വലിഞ്ഞ് കയറിയതെന്ന്? യെസ്, ഈ മനോഹരമായ ഒരു ഭക്ഷണം തേടിയുള്ള യാത്രയിലാണ് ഈ മനോഹാരിത ഞാൻ കണ്ടത്. ഇനി ഈ മനോഹാരിതയ്ക്കിടയിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്, മനോഹരമായ ഭക്ഷണം തേടി. വരൂ, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ യാത്ര. ഇലക്ട്രിക് ലൈൻ കൈയൊന്ന് ഉയർത്തിയ തൊട്ട് മേളിൽ അപകടവും പതിയിരിപ്പുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ, ഹൈറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ. അങ്ങനെ ഈ മല കയറി ഞങ്ങൾ മലയുടെ താഴെ എത്തിയപ്പോഴേക്കും റംബൂട്ടാൻ, ഇവിടെ തന്നെ വിളയുന്ന, ഇവിടെ റംബൂട്ടാൻ കൃഷിയുണ്ട്, അവരെനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ഞാൻ വീണ്ടും ഇത് കൈ കിട്ടിയപ്പോൾ തന്നെ ഭക്ഷണം ഓർമ്മ വന്നു. മേളിൽ നിന്ന് പാട്ടും കേട്ട് തുടങ്ങി. ഞാൻ നേരെ ഭക്ഷണം തേടി അങ്ങ് പോവുകയാണ്.